നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. എടപ്പാളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ 53 വയസ്സുള്ള മാരിയപ്പൻ, 44 വയസ്സുള്ള മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ബസ് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് മറ്റ് 2 പേർക്കും പരിക്ക്. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ചർച്ച ചെയ്യാനായി UDF കൗൺസിലർമാരുടെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിലും ഉന്തിലും തള്ളിലും കലാശിച്ചു. കൗൺസിൽ യോഗം പിരിച്ചുവിട്ട ശേഷമാണ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സ്ഥിതിഗതികൾ ശാന്തമായത് മുതിർന്ന അംഗങ്ങൾ ഇടപെട്ടതോടെ. ഓണം അടുത്തതോടെ നഗര കേന്ദ്രങ്ങളിൽ വൻ ഗതാഗത കുരുക്ക്. ഗതാഗത പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കച്ചവട നഗരി. കുന്നംകുളത്ത് അത്തമത്തിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വാഹനക്കുരുക്ക്. പരിഹാര നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. CCTV ന്യൂസ് ഇമ്പാക്ട്. ദുരിതയാത്രയ്ക്ക് വിരാമം. കുന്നംകുളം ടൗൺ ഹാൾ ഏകലവ്യൻ ലൈബ്രറി ബൈലൈൻ റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാൽനട യാത്രികരെയും ഇരുചക്ര വാഹന യാത്രികരെയും ഓട്ടോ തൊഴിലാളികളെയും ഒരുപോലെ വലച്ച റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് CCTV നൽകിയ നിരന്തര വാർത്തകളെ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയത്. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ അണ്ടത്തോട് പെരിയമ്പലം പ്രദേശത്തെ രാമച്ചപ്പാടങ്ങളിൽ വെള്ളം കയറി. ഏക്കർ കണക്കിന് സ്ഥലത്തെ രാമച്ച കൃഷി നാശത്തിന്റെ വക്കിലായതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ കർഷകർ. വാർത്തകൾ വിശദമായി. എടപ്പാളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ 53 വയസ്സുള്ള മാരിയപ്പൻ, 44 വയസ്സുള്ള മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ബസ് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് മറ്റ് 2 പേർക്കും പരിക്കുണ്ട്. ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടം. തൃശൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് തമിഴ്നാട് സ്വദേശികളെ സ്വകാര്യ ബസ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന ഇരുവരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 പേരെയും രക്ഷിക്കാനായില്ല. ആദ്യം മാരിയപ്പൻ മരിച്ചിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുരുകേശനും മരണത്തിന് കീഴടങ്ങി. ഇതേ ബസ് തട്ടി പരിക്കേറ്റ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഉണ്ടായിരുന്നവരെ എടപ്പാളിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അവിടുന്ന് തട്ടിക്കുന്നത് ഓട്ടോസിനെ ഇവരെ തട്ടി തെറിപ്പിച്ചിട്ട് ഇവിടെ ഈടാക്കുമ്പോഴാണ് ആ ബൈക്കിനെ തട്ടിയത്. എന്നിട്ട് ഓട്ടോസിന് തട്ടി. ഒരു ആക്സിഡന്റ് ആവുമ്പോൾ മാത്രം പോലീസ് വരുമ്പോൾ നിയന്ത്രിക്കും. പിന്നെ ഇവിടെ പോലീസ് ഒന്നുമില്ല. ഏത് ഒരു വാഹനമാണെങ്കിലും ആ പാലത്തിന്റെ എൻഡിൽ നിന്ന് ഇവിടെ നിർത്തേണ്ട ബസ് വരണ്ടോ? പാലത്തിന് അടിക്കൂടെ വരുന്ന ബസ്സാണ് കൂടെ. അതുകൊണ്ട് അടിക്കൂടെ വരുന്നത്. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ചർച്ച ചെയ്യാനായി UDF കൗൺസിലർമാരുടെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിലും ഉന്തും തള്ളിലും കലാശിച്ചു. അജണ്ട വായിച്ചതോടെ ഇത് അനാവശ്യ ചർച്ചയാണെന്നും ഇതിനെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തതാണെന്നും ബസ് സ്റ്റാൻഡ് നിർമ്മാണ സ്തംഭനത്തിന് കാരണക്കാരൻ സെക്രട്ടറിയാണെന്നും മറുപടി നൽകി ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തടിയൂരി. ചെയർപേഴ്സന്റെ പിന്തുണയുമായി ഭരണപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഇരിപ്പിടങ്ങളിൽ നിന്നെഴുന്നേറ്റ് സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. കുറ്റാരോപിതനായ സെക്രട്ടറിക്ക് മറുപടി പറയാൻ അവസരം നൽകണമെന്നായിരുന്നു UDF അംഗങ്ങളുടെ ആവശ്യം. എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാതെ 10 മിനിറ്റിനുള്ളിൽ ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ച് എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമായത്. മുതിർന്ന അംഗങ്ങൾ ഇടപെട്ടതോടെയാണ് സ്ഥിതിഗതികൾ ശാന്തമായത്. കൗൺസിൽ യോഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭരണപക്ഷം തന്നെ ബഹളമുണ്ടാക്കി ആദ്യം ഇറങ്ങിപ്പോകുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. 17 UDF കൗൺസിലർമാർക്കൊപ്പം ചേർന്ന് സെക്രട്ടറി 18ാമത്തെ UDF കൗൺസിലറായി മാറിയെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആരോപണം. ഭരണപക്ഷം കൗൺസിലിൽ നിന്ന് ഒളിച്ചോടിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി.
പോർക്കുളം കുതിരപ്പാടത്ത് മുണ്ടകൻ കൃഷിക്ക് തുടക്കമായി 80 ഏക്കറോളം പാടത്ത് ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത്. ഞാറ്റടി തയ്യാറാക്കി വിത്ത് വിതയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. കൃഷിഭവനിൽ നിന്ന് സൗജന്യമായി ലഭിച്ച വിത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത്. 4 മാസത്തെ പരിപാലനത്തിന് ശേഷം ഡിസംബർ മാസത്തിൽ കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. മഴയെയും ആശാരിത്തോടിനെയും ആശ്രയിച്ചാണ് മുണ്ടകൻ കൃഷി ചെയ്യുന്നത്. എന്നാൽ ആശാരിത്തോടിന്റെ പല ഭാഗങ്ങളും നവീകരിക്കാത്തത് മൂലം വെള്ളം കൃത്യമായി ലഭിക്കാറില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. വളത്തിന് വൻതോതിൽ വില വർദ്ധിച്ചതും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. കൂലി വർധനയും കർഷകർക്ക് ഇരുട്ടടിയാകുന്നുണ്ടെങ്കിലും കൃഷിയിൽ മികച്ച വിളവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. CCTV ന്യൂസ് ഇമ്പാക്ട് ദുരിതയാത്രയ്ക്ക് വിരാമം. കുന്നംകുളം ടൗൺ ഹാൾ ഏകലവ്യൻ ലൈബ്രറി ബൈലൻ റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹന യാത്രികരെയും ഓട്ടോ തൊഴിലാളികളെയും ഒരുപോലെ വലച്ച റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് CCTV നൽകിയ വാർത്തകളെ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പ്രധാന ബൈലെയിൻ റോഡുകളിലൊന്നായ ഈ പാത 6 മീറ്റർ വീതിയിലും 100 മീറ്റർ നീളത്തിലുമാണ് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. റോഡിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കഴിഞ്ഞ മെയ് 19 ടൗൺ ഹാൾ ലിങ്ക് റോഡ് ചളിക്കുളമായതും യാത്രക്കാർ നേരിടുന്ന ദുരിതം ചൂണ്ടിക്കാട്ടി CCTV ന്യൂസ് വാർത്ത നൽകിയത്. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റ് പ്രധാന ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന റോഡിൽ മഴ പെയ്താൽ വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടും രൂപപ്പെടുന്നത് പതിവായിരുന്നു. ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കാൽനടയാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കുന്നതും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിരന്തരമായ ആവശ്യവും CCTV ന്യൂസിന്റെ ഇടപെടലും പരിഗണിച്ച് തകർന്ന റോഡ് പൊളിച്ചുമാറ്റി കട്ടകൾ വിരിച്ച് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭ തീരുമാനിച്ചു. റോഡ് യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ യാത്രാദുരിതത്തിന് പരിഹാരമാവുകയും ഓട്ടോ തൊഴിലാളികളുടെയും ചെറുകിട വാഹനയാത്രക്കാരുടെയും നീണ്ട നാളത്തെ സ്വപ്നം പൂവണിയുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, കക്ഷി നേതാവായ ശ്രീജിത്ത് ആവേൻ, കൌൺസിലർമാർ, ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കളായ CB രാജീവ, ബിജു, ഓട്ടോ തൊഴിലാളികൾ, മുനിസിപ്പൽ എഞ്ചിനീയർ ബിനയ് ബോസ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. നഗരമധ്യത്തിലും സമീപപാതകളിലും മണിക്കൂറോളം സമയമെടുത്താണ് വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങിയത്. നഗരത്തിലും പ്രധാന അനുബന്ധ പാതകളിലും മണിക്കൂറോളം നീളുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ഉണ്ടായത്. കോഴിക്കോട് ഗുരുവായൂർ പട്ടാമ്പി റോഡുകളിലേക്ക് എത്തിച്ചേരാവുന്ന വൺ വേ റോഡുകളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സ്ഥിതി ഉണ്ടായത്. ആംബുലൻസുകൾക്ക് പോലും കുരുക്കിൽ കുടുങ്ങുന്ന സ്ഥിതിയായിരുന്നു. തിരക്കേറിയ സമയങ്ങളിൽ വൺ വേ ലംഘിച്ച് വാഹനങ്ങൾ കയറി വരുന്നതാണ് പ്രശ്നമാകുന്നത്. കൂടാതെ ഓണവിപണി സജീവമായതോടെ നഗരത്തിലേക്ക് ആളുകളുടെയും വാഹനങ്ങളുടെയും ഒഴുക്ക് വർദ്ധിച്ചതും പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട്. വൺവേകളിൽ കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് സാന്നിധ്യമുണ്ടെങ്കിലും ഇവർ മാറിയാൽ ഇരുചക്ര വാഹനങ്ങളും മറ്റ് വാഹനങ്ങളും വൺവേ തെറ്റിച്ച് ഈ വഴികളിലൂടെ ഇടിച്ചു കയറുന്ന സ്ഥിതിയുമുണ്ട്. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓണം അടുത്തതോടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നഗരം കേന്ദ്രീകരിച്ചുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും താളം തെറ്റാനാണ് സാധ്യത. പ്രമുഖ ചരിത്രകാരനും ഭാഷാ ഗവേഷകനുമായ ഫാദർ ഡോക്ടർ ജോസഫ് ചീരൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ അദ്ദേഹത്തിന്റെ കബറടക്കം വിപുലമായ ശുശ്രൂഷകൾക്കും നഗരി കാണിക്കലിനും ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് 3:30 പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഫാദർ ഡോക്ടർ ജോസഫ് ചീരന്റെ സംസ്കാര ശുശ്രൂഷയുടെ 1ാം ക്രമം അങ്കമാലി ഭദ്രാസന മെത്രോപ്പൊലിത്ത യുഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രോപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഇടവക വികാരി ഫാദർ റിജോ മാത്യുവിന്റെയും ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠരുടെ സഹകാർമ്മികത്വത്തിലും നടന്നു. 2ാം ക്രമം ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും നടന്നു. വൈകിട്ട് 5:30 അങ്കമാലി മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നു. സന്ധ്യാനമസ്കാരത്തിനു ശേഷം 4ാം ക്രമവും നടന്നു. തുടർന്ന് മാതൃ ഇടവക നിലനിൽക്കുന്ന പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. രാത്രി പഴഞ്ഞിയിലെ ഭവനത്തിൽ 5ാം ക്രമം നടക്കും. വെള്ളിയാഴ്ച 6 മണിക്ക് ഭവനത്തിൽ നിന്ന് പഴഞ്ഞി പള്ളിയിലേക്ക് കൊണ്ടുവരും. 7 മണിക്ക് പുതിയ പള്ളിയിൽ പ്രഭാത നമസ്കാരവും 9 മണിക്ക് 6ാം ക്രമം, 11:30 7ഉം 8ഉം ക്രമങ്ങൾ എന്നിവയ്ക്കു ശേഷം പഴഞ്ഞിയിലൂടെ നഗരി കാണിക്കൽ വിലാപയാത്ര നടക്കും. ഉച്ചയ്ക്ക് 2:30 പഴയ പള്ളിയിൽ സമാപന ശുശ്രൂഷയും ശ്രേഷ്ഠ മെത്രോപ്പൊലിത്തമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കബറടക്കവും നടത്തും. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ മലയാളം പ്രൊഫസറും ഭാഷാ ഗവേഷകനും പ്രശസ്ത സഭാചരിത്രകാരനുമായ ഡോക്ടർ ജോസഫ് ചീരൻ
വൈദിക ഗുരു യൂഹാനോൻ മാർ സേവേറിയോസ് മെത്രോപൊലീത്തയിൽ നിന്നാണ് വൈദിക സ്ഥാനങ്ങൾ സ്വീകരിച്ചത്. 1972 മുതൽ കൊച്ചി ഭദ്രാസനത്തിലും 1985 മുതൽ കുന്നംകുളം ഭദ്രാസനത്തിലും 2004 മുതൽ തൃശൂർ ഭദ്രാസനത്തിലും 2007 മുതൽ അങ്കമാലി ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിലും സേവനം ചെയ്തു. യൂഹാനോൻ മാർ സേവേറിയോസ് ഫൗണ്ടേഷൻ, മാർ ദീവന്നാസിയോസ് പഠനകേന്ദ്രം, കുന്നംകുളം ക്രിസ്ത്യൻ സ്റ്റഡി സെന്റർ, എറണാകുളം ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക ചെയർമാൻ, സിയോൺ സന്ദേശം, ഇടവക പത്രിക എന്നീ സഭാപ്രസിദ്ധീകരണങ്ങളുടെ സ്ഥാപക ചീഫ് എഡിറ്റർ, 60ഓളം ഗ്രന്ഥങ്ങളും 250ലേറെ ഗവേഷണ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ റിസർച്ച് ഗൈഡായി പ്രവർത്തിച്ചു. പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനിയിലും കർസോനിയിലും വട്ടെഴുത്തിലും എഴുതിയ ഒട്ടധികം സഭാചരിത്ര രേഖകൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് KV ഏലിയാമ്മ കൊച്ചമ്മയാണ് ഭാര്യ. പ്രസാദ് ചീരൻ, മേഴ്സി ജോർജ് എന്നിവർ മക്കളാണ്. ഗുരുവായൂരിൽ മോഷണത്തിന് പദ്ധതിയുമായി എത്തിയ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നാഗക്കോട് പുത്തൻ വീട്ടിൽ ശരത്തനെയാണ് ടെമ്പിൾ SHO വിനോദ് വലയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പുലർച്ചെ ഗുരുവായൂരിലെത്തിയ ശരത്ത് മോഷണത്തിന് പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പടിഞ്ഞാറെ നടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് തിരിച്ചറിയുന്നത്. പേരാമംഗലത്ത് ബാർ കുത്തി തുറന്ന് മദ്യം മോഷ്ടിച്ച് കേസുൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ അണ്ടത്തോട് പെരിയമ്പലം പ്രദേശത്തെ രാമച്ചപ്പാടങ്ങളിൽ വെള്ളം കയറി. ഏക്കർ കണക്കിന് സ്ഥലത്തെ രാമച്ച കൃഷി നാശത്തിന്റെ വക്കിലായതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർഷകർ. കൊയ്ത്തിന് ഭാഗമായതും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുള്ളതുമായ രാമച്ച ചെടികളാണ് ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. തീരദേശത്തിന്റെ പഞ്ചാരമണലിലെ രാമച്ചത്തിന് വിപണിയിൽ നല്ല ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്. പഞ്ചാരമണലിൽ വെള്ളം എളുപ്പത്തിൽ താഴ്ന്നു പോകുന്നതിനാൽ വേരുകൾ എളുപ്പത്തിൽ എടുക്കുവാനും കഴിയുമായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നതുമൂലം വേരുകൾ ചീഞ്ഞുപോകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തവണത്തെ വിളവെടുപ്പ് പൂർണ്ണമായി നഷ്ടത്തിലാകും. സമീപത്തെ തോടുകളിലും ചാലുകളിലും എക്കലും മാലിന്യവും അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളം പാടങ്ങളിൽ കെട്ടിക്കിടക്കാൻ പ്രധാന കാരണം. വിത്ത്, വളം, പണിക്കൂലി ഇനത്തിൽ വൻതുക ചെലവഴിക്കുന്നതിനു വേണ്ടി പല കർഷകരും കെട്ടുതാലിയടക്കം പണയം വെച്ചും വായ്പ എടുത്തുമാണ് കൃഷി നടത്തുന്നത്. ഇത് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. പാടശേഖരങ്ങളിലെ വെള്ളം ഉടൻ തുറന്നുവിടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് അർഹമായ ധനസഹായവും നഷ്ടപരിഹാരവും നൽകാൻ സർക്കാർ ഇടപെടണമെന്നുമാണ് രാമച്ച കർഷകരുടെ ആവശ്യം. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിൽ കയറി കാട്ടുപന്നി കൂട്ടത്തോടെ വിളകൾ നശിപ്പിച്ചു. ഇരട്ടപ്പുഴ കടങ്ങി പ്രവീൺ കുമാറിന്റെ വീട്ടുവളപ്പിലെ അടുക്കളത്തോട്ടത്തിലാണ് കാട്ടുപന്നി വ്യാപക നാശനഷ്ടം വരുത്തിയത്. തോട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന കപ്പ, ചേമ്പ്, കൂവ, പപ്പായ, പയർ എന്നിവ പൂർണ്ണമായും പന്നികൾ നശിപ്പിച്ചു. രാത്രികാലങ്ങളിലാണ് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നത്. ഇടയ്ക്കിടെ പന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ വലിയ നഷ്ടവും പ്രയാസവുമാണ് വീട്ടുകാർ നേരിടുന്നത്. പ്രദേശത്ത് ദിനംപ്രതി കാട്ടുപന്നി ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ രാത്രി എല്ലാ ദിവസവും ഒരു കാട്ടുപന്നി വന്നിട്ട് ഞങ്ങളുടെ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഉണ്ട് ഇത്. ചില ദിവസം പകലും വന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് രാത്രി വന്നിട്ട് ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം ഞങ്ങൾക്ക്. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ 2026-2027 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും അക്കാദമിക് അവാർഡ് വിതരണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 2ാം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ CA വിമൽ വേണു മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി OT സൈമൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലിംസ സോജു മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ PR ബിജു പ്രസിഡന്റായും KB ഷൈജു സെക്രട്ടറിയായും ഹിരൺ ലോറൻസ് ട്രഷററായും ചുമതലയേറ്റു. ക്ലബിന്റെ പുതിയ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം, പുതിയ അംഗങ്ങളെ ക്ലബിലേക്ക് സ്വീകരിക്കലും ഉണ്ടായി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. റീജിയൻ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ, ഇൻകമിംഗ് സെക്രട്ടറി KB ഷൈജു എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നു.
ഈ വർഷത്തെ തീമാറ്റിക് ആക്ഷൻ പ്ലാനായി ജലസമൃദ്ധമായ ഗ്രാമം എന്ന തീം ഗ്രാമസഭ അംഗീകരിച്ചു. 16ാം ധനകാര്യ കമ്മീഷന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പഞ്ചായത്ത് വികസന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ തീമാറ്റിക് ആക്ഷൻ പ്ലാനായി ജലസമൃദ്ധമായ ഗ്രാമം എന്ന തീം ഗ്രാമസഭ അംഗീകരിച്ചതിന്റെ ഭാഗമായി തനത് കുടിവെള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനും ഗ്രാമസഭയിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് CK സുദീപ, പ്ലാൻ ക്ലർക്ക് PK ഷീജ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ എന്നിവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ VV തിലകൻ, നിവ്യ റനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് യൂത്ത് വിംഗ് 3ാം വാർഷികാഘോഷം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് K രമേശ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഗുരുവായൂർ ACP M സുരേന്ദ്രൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജനറൽ കൺവീനർ ജോജി തോമസ്, വിഷ്ണു കൃഷ്ണകുമാർ, ജെഫിൻ ജോണി, രമേശ് കുമാർ പുതൂർ, സ്റ്റീഫൻ ജോസ്, വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ചിങ്ങമാസത്തിലെ 23-ന് വധൂവരന്മാർക്ക് വരണമാല്യം ചാർത്താൻ പുതിയൊരു മണ്ഡപം കൂടി ഒരുങ്ങുകയാണ്. കോതച്ചിറയിലെ ശില്പി സുധീൽ കുമാറും സംഘവുമാണ് മണ്ഡപം തയ്യാറാക്കുന്നത്. ഗുരുവായൂരിൽ 4 വിവാഹ മണ്ഡപങ്ങളാണുള്ളത്. 5ാമത്തെ മണ്ഡപം നൽകണമെന്ന് ചെന്നൈയിൽ നിന്നുള്ള ഒരു വിശ്വാസി ദേവസ്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മണ്ഡപം നിർമ്മിക്കാനുള്ള ചുമതല ശില്പി സുധീൽ കുമാറും സംഘത്തിനും ലഭിച്ചത്. കോതച്ചിറ സായി ടെമ്പിളിന്റെ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുണ്ട്. ഗുരുവായൂരിലെ 4ാമത്തെ മണ്ഡപവും 2024-ൽ സുധീൽ കുമാറും സംഘവും തന്നെയാണ് നിർമ്മിച്ചത്. പുതിയ മണ്ഡപം നിലവിലുള്ള മണ്ഡപത്തിന്റെ അതേ മാതൃകയിലും വലിപ്പത്തിലുമാണ് പണിയുന്നത്. 1 മാസമായി 10 ജോലിക്കാർ ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആഞ്ഞിലിമരത്തിൽ 20 അടി പൊക്കത്തിലും 100 ചതുരശ്ര അടി വിസ്താരത്തിലുമാണ് മണ്ഡപം പണിയുന്നത്. സുധീൽ കുമാറിനൊപ്പം ചാമിക്കുട്ടി മംഗലാംകുന്ന്, സുരേന്ദ്രൻ ചേലക്കര, ശിവജിത്ത് ആൽത്തറ, മണി കട്ടിൽമാടം, ജയരാജ് കുറുപ്പത്തേതിൽ, സുധി കോതറ എന്നിവരാണ് മറ്റു പണിക്കാർ. ഓഗസ്റ്റ് 17 ചിങ്ങം 1-ന് പുതിയ മണ്ഡപം സമർപ്പിക്കും. നിലവിൽ ഓഗസ്റ്റ് 23 ചിങ്ങമാസത്തെ ആദ്യ മുഹൂർത്തത്തിൽ 400ഓളം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഷീട്ടാക്കിയിട്ടുള്ളത്. അസാധാരണമായ ഓർമ്മശക്തിയും കഴിവുകളും കൊണ്ട് നാടിനും വീടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് 3.5 വയസ്സുകാരനായ ഐമൻ ഷെസിൻ. ചാവക്കാട് എടക്കഴൂർ പണിക്കർ വീട്ടിൽ ചാലിൽ ഷാഫി റിഷാന ദമ്പതികളുടെ മകനായ ഐമൻ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡിലാണ് ഇടം നേടിയത്. ചെറിയ പ്രായത്തിൽ തന്നെ അറിവുകളുടെ വലിയ ലോകം കീഴടക്കിയാണ് ഐമൻ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. കേരളത്തിലെ 14 ജില്ലകളുടെ പേരുകളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ നേതാക്കളുടെ പേരുകളും കൃത്യമായി ഓർത്തെടുത്ത് പറയാൻ ഐമന് സാധിക്കും. ഇതിനു പുറമെ ഇംഗ്ലീഷ് അക്ഷരമാല, സംഖ്യകൾ, ലളിതമായ ഗണിത പ്രശ്നങ്ങൾ, പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നിവയും 3.5 വയസ്സുകാരന്റെ നാവിൻ തുമ്പിലുണ്ട്. വിവിധതരം നിറങ്ങൾ, വാഹനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മൃഗങ്ങൾ, വർഷത്തിലെ 12 മാസങ്ങളുടെയും ആഴ്ചയിലെ 7 ദിവസങ്ങളുടെയും പേരുകൾ എന്നിവ പെട്ടെന്ന് തിരിച്ചറിയാനും തെറ്റുകൂടാതെ പറയാനുമുള്ള ഐമന്റെ കഴിവാണ് ബുക്ക് ഓഫ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഡോക്ടർ അംബേദ്കർ. കുന്നംകുളം ഹിസ്റ്ററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്തെ ചരിത്ര പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കുന്ന വേരുകൾ തേടിയെന്ന പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ഹെറിറ്റേജ് റൈഡ് ശ്രദ്ധേയമായി. നഗരസഭ ഉപാധ്യക്ഷൻ PG ജയപ്രകാശ് റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വേദക്കാട് നടന്ന ചർച്ചയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിലെ ചരിത്ര സ്മാരകങ്ങൾ അനുയോജ്യമായ വിധം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും CG രഘുനാഥ് അറിയിച്ചു. കുന്നംകുളം ദി ലാൻഡ് ഓഫ് ഒറിജിനൽസ് എന്ന ആശയപ്രചരണാർത്ഥം നടക്കുന്ന യാത്രയിൽ തൃശൂർ, എറണാകുളം, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നായി 25 പേർ പങ്കെടുത്തു.
പൈതൃക യാത്രാ സംഘത്തിൽ ചരിത്രകാരന്മാരായ ഡോക്ടർ രാജൻ ചുങ്കത്ത്, രാജീവ് പള്ളിക്കോണം, ജോബു വർഗീസ്, ഗീവർഗീസ് കുന്നംകുളം എന്നിവരും പങ്കാളികളായി. ലോകപ്രശസ്തമായ കേരള കലാമണ്ഡലം ആദ്യം രൂപം കൊണ്ട മണക്കുളം, കക്കാട് മണപ്പാട്, കക്കാട് വാദികലാക്ഷേത്രം, പ്രാചീന സ്മാരകങ്ങളായ കക്കാട് വേദക്കാട് മുനിയറകൾ, 18 കവി പയ്യൂർ പട്ടേരിമാരുടെ പോർക്കുളത്തെ ചരിത്രശേഷിപ്പുകൾ, ചൊവ്വന്നൂർ തന്ത്രവിദ്യാപീഠം തുടങ്ങിയവയുടെ ചരിത്രത്തിലൂടെയും കലശമലയിലെ യുനെസ്കോ പട്ടികയിലുള്ള ചോലവനം, നരിമട എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. ചരിത്ര ഇടങ്ങളിലേക്കുള്ള പൈതൃക യാത്രകൾ ഇനിയും തുടരുമെന്ന് ഹിസ്റ്ററി ഫോറം പ്രസിഡന്റ് കിഷോർ ലാൽ, സെക്രട്ടറി ഷീബ ടീച്ചർ, ട്രഷറർ പ്രഷോഭ് മാഷ എന്നിവർ അറിയിച്ചു. എടക്കര കുഴിങ്ങര മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഴിങ്ങര നൂറു റഹ്മാൻ മദ്രസയിൽ നടത്തിയ ചടങ്ങ് സാലിഹാൻ വരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പോക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് SI ഫൈസൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മദ്രസാധ്യാപകൻ ബാദുഷ ബാക്കവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുഹമ്മദ് അലി ഉസ്താദിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പിൽ മഹല്ല് സെക്രട്ടറി ഫൈസൽ, ട്രഷറർ P ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. പുന്നീർക്കുളത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് എംപാനൽ ഷൂട്ടർമാർ മേഖലയിൽ പരിശോധന നടത്തി 5 പന്നികളെ വെടിവെച്ചു കൊന്നു. 3ാം തവണയാണ് എംപാനൽ ഷൂട്ടർമാർ മേഖലയിൽ കാട്ടുപന്നി വേട്ട നടത്തുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടൽ പഞ്ചായത്തിൽ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. വനംവകുപ്പിന്റെ എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച രാത്രിയിൽ പരിശോധന നടത്തിയത്. നാക്കോല, AEO റോഡ് പരിസരം എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു 5 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെ പന്നിശല്യത്തെക്കുറിച്ച് വാർത്തകൾ നൽകിയ സാഹചര്യത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയായിരുന്നു. നാട്ടുകാരുടെ പരാതിയും മാധ്യമ വാർത്തകളും കണക്കിലെടുത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഷൂട്ടർമാരെ നിയോഗിച്ചത്. വെടിവെച്ചു കൊന്ന പന്നികളെ മാനദണ്ഡങ്ങൾ പാലിച്ച് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുന്നതുവരെ പരിശോധനയും ജാഗ്രതയും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ധാർമ്മിക നിലവാരമുള്ള സമൂഹമാണ് നാടിന്റെ യഥാർത്ഥ കരുത്ത് എന്നും വ്യക്തിപരമായ മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്തങ്ങളും പാലിക്കുന്ന മനുഷ്യരാണ് സുരക്ഷിത സമൂഹത്തെ സൃഷ്ടിക്കുന്നതെന്നും ധർമാധിഷ്ഠിത സമൂഹത്തെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് SYS തസ്കിയ സമ്മേളനം ആഹ്വാനം ചെയ്തു. ഇരുമ്പപ്പെട്ടിയിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര മുശാവറ അംഗം താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നിർവഹിച്ചു. സാങ്കേതികവിദ്യയും ഭൗതിക സാഹചര്യങ്ങളും എത്ര തന്നെ വളർന്നാലും ധാർമ്മിക അടിത്തറയില്ലാത്ത വളർച്ച അപൂർണമായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരസ്പര ബഹുമാനം, സത്യസന്ധത, സഹജീവി സ്നേഹം, നീതിബോധം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു അന്തരീക്ഷമാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമെന്നും ലഹരി ഉപയോഗം, കുറ്റകൃത്യങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അപജയങ്ങൾ എന്നിവ വർദ്ധിച്ചുവരുന്ന പുതിയ കാലഘട്ടത്തിൽ നന്മയും ധർമ്മവും മുൻനിർത്തിയുള്ള പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 650 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ആത്മീയ സംഗമമാണ് തസ്കിയ സമ്മേളനം. SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി അനസ് അമാനി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് അഹ്സനി ആനക്കര, ജില്ലാ ഭാരവാഹികളായ ഇസ്ഹാഖ് സഖാഫി, PM സൈഫുദ്ദീൻ, PSM റഫീഖ്, ഷാനിഫ് കേച്ചേരി എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അണ്ടിത്തോട് കോലാടിപ്പാടത്ത് സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം 2 മണിയോടുകൂടിയാണ് ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യം പാടത്ത് നിക്ഷേപിച്ചത്. ടാങ്കർ ലോറിയുടെ ചിത്രം സമീപത്തുള്ള വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ് KA കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകും തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് KA ജ്യോതിഷ്, സെക്രട്ടറി മൈമൂനത്ത് എന്നിവർ അറിയിച്ചു. പൊതുജനങ്ങൾ ഇത്തരക്കാരെ തെളിവ് സഹിതം കണ്ടെത്താൻ സഹായിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു. കുന്നംകുളത്ത് സംരംഭക ബോധവൽക്കരണ സംഗമം സംഘടിപ്പിച്ചു. പ്രാദേശിക സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കുന്നംകുളം നഗരസഭ, കില, ഇസാവ്, സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അർദ്ധദിന സംരംഭക ബോധവൽക്കരണ സംഗമവും പ്രദർശനവും സംഘടിപ്പിച്ചത്. ടൗൺഹാളിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു, BJP പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീജിത്ത് ആവേൻ, കൌൺസിലർമാർ, സസ്റ്റൈനബിൾ ബാങ്കിംഗ്
ഇസാവ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഹെഡ് സന്ധ്യ സുരേഷ്, നാഷണൽ ക്രെഡിറ്റ് ഹെഡ് MSME കെ ദിലീപ്, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ടി മനോജ്, നഗരസഭാ സെക്രട്ടറി കെ മനോജ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം സംരംഭക നഗരം എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സംഗമത്തിൽ നിലവിലെ ചെറുകിട ഇടത്തരം സംരംഭകർ, യുവ സംരംഭകർ, വനിതകൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ താൽപര്യമുള്ള നിരവധി പേരും പങ്കെടുത്തു. തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ നയിച്ച വിവരദായകമായ സെഷനുകളും പരിപാടിയുടെ ഭാഗമായി നടത്തി. സംരംഭകർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു. ഗുരുവായൂരിന്റെ കലാസാംസ്കാരിക രംഗത്ത് CCC എന്ന പ്രസ്ഥാനത്തിലൂടെ അരനൂറ്റാണ്ടിലേറെ കാലം നാടകകലയെ നെഞ്ചേറ്റിയ അപൂർവ വ്യക്തിത്വം ഭാർഗവൻ പള്ളിക്കരയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഗുരുവായൂരിൽ അനുസ്മരണ യോഗവും നാടകാവതരണവും സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഗുരുവായൂർ ടൗൺ ഹാളിലാണ് അനുസ്മരണം. തുടർന്ന് തിരുവനന്തപുരം ശ്രീ നന്ദന അവതരിപ്പിക്കുന്ന നാടകം ഇരുവർ അരങ്ങേറും. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1-ന് ഗുരുവായൂരിൽ ചിങ്ങ മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 17-ന് ഉച്ചയ്ക്ക് 3-ന് കിഴക്കേനട മഞ്ജുളാൽ പരിസരത്ത് 251 വാദ്യപ്രതിഭകൾ അണിനിരക്കുന്ന മഞ്ജുളാൽ തറ മേളത്തോടെയാണ് മഹോത്സവത്തിന് തുടക്കമാവുക. വാദിപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശ് മേളത്തിന് പ്രമാണിത്വം വഹിക്കും. വൈകിട്ട് 5-ന് ഇലത്താളവാദ്യരംഗത്തെ പ്രമുഖനായ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം സമ്മാനിക്കും. 10,001 രൂപയും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സമ്മാനിക്കും. തുടർന്ന് പെരിങ്ങോട് ചന്ദ്രന്റെ സാരഥ്യത്തിൽ പഞ്ചവാദ്യം, പട്ടുക്കുടകൾ, താലപ്പൊലി, ദേവരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് ഘോഷയാത്ര ആരംഭിക്കും. കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ 501 ഐശ്വര്യവിളക്കുകൾ സമർപ്പിക്കും. ഭാരവാഹികളായ GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത, KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ, ബാലൻ വാറനാട്ട, ശശികുമാർ കൊടമന, ജയറാം ആലക്കൽ, ശശി കേനാടത്ത്, നിർമ്മല നായ്ക്കത്ത്, സരള മുള്ളത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറം, നന്നമുക്ക് കൃഷിഭവൻ എന്നിവ ചേർന്ന് പ്രദേശങ്ങളിൽ വ്യാപകമായ ഭീമൻ ആഫ്രിക്കൻ ഒച്ചിനെ നിയന്ത്രിക്കാനായി ക്യാമ്പയിൻ നടത്തി. നന്നമുക്ക് സ്രായിൽ കടവിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം റംസീന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുധീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് HCC സതീശൻ, കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് പ്രിയാജി നായർ, തവനൂർ കേളപ്പജി കോളേജ് കീടരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ NU വിശാഖ് എന്നിവർ സംസാരിച്ചു. ഭീമൻ ആഫ്രിക്കൻ ഒച്ചിന്റെ നിയന്ത്രണത്തിനായി തുരിശ്, ഉപ്പ്, പൗഡർ തുടങ്ങിയവ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ഇവ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ലഭ്യമാക്കിയതായി അധികൃതർ അറിയിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ വീടുകളിൽ ഉൾപ്പെടെ ഒച്ചിനെ നിയന്ത്രിക്കാനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ 102ാം സ്ഥാപന തിരുനാൾ വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിക്കും. ഓഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ നടന്നു. വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണമായി രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, വിവിധ കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം, കുരിശ് എന്നിവ വെഞ്ചിരിച്ചു നൽകൽ എന്നിവ നടക്കും. രാത്രി 10-ന് കൂട്ടായ്മകളിൽ നിന്നും കിരീടം, കുരിശ് എന്നിവ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15-ന് രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പ്രജോ വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സെൽജോ വെളിയന്നൂർക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന പ്രദക്ഷിണം കോനുമുച്ചി സെന്റർ ചുറ്റി ദേവാലയത്തിൽ സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, KV ജോയ്, കേന്ദ്രസമിതി പ്രസിഡന്റ് AJ ജോൺസൺ, സെക്രട്ടറി TL സാബു, ട്രഷറർ MK ഷാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നംകുളം പിസാറ്റ് കോളേജിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവവും വെൽക്കം സെറിമണിയും ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ അലൈഡ് ഹെൽത്ത് സയൻസ് വിഭാഗത്തിലെ ലാബ്, റേഡിയോളജി, ഒപ്റ്റോമെട്രി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾക്ക് തുടക്കമായി. കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ലീന, CEO നിഖിൽ, HOD മൃദുല, അക്കാദമിക് ഹെഡ് കീർത്തന എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടകൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. അധ്യാപിക ഹർഷ, ചെയർപേഴ്സൺ വൈഷ്ണവി എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
എരുമപ്പെട്ടി കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയുടെ ഭാഗമായി പുലർച്ചെ 4:30 തുടങ്ങിയ പിതൃതർപ്പണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിന് ശാന്തി ദല്ലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പിതൃതർപ്പണത്തിനെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,220 രൂപ, സ്വർണം പവന് 1,13,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചർമ്മം ഗുരുവായൂർ തിരുവെങ്കിടം പുറത്തൂർ ഇട്ടിയശൻ ഔസേ പുണ്യ നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേരിയാണ് ഭാര്യ. ജോളി, രാജു എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തമ്പുരാൻപടി പനക്കൽ റപ്പായി ഭാര്യ റോസിലി നിര്യാതയായി 81 വയസ്സായിരുന്നു. സംസ്കാരം കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഡെന്നി, ഡെയ്സി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി പെരുമ്പറമ്പത്ത് മുഹമ്മദ് അലി നിര്യാതനായി 80 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. നഫീസ ഭാര്യയാണ്. നദീറ, നജീബ്, നിസാർ, നാഷിദ, നൌഫൽ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എടപ്പാളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ 53 വയസ്സുള്ള മാരിയപ്പൻ, 44 വയസ്സുള്ള മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ബസ് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് മറ്റ് 2 പേർക്കും പരിക്ക്. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ചർച്ച ചെയ്യാനായി UDF കൗൺസിലർമാരുടെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിലും ഉന്തിലും തള്ളിലും കലാശിച്ചു. കൗൺസിൽ യോഗം പിരിച്ചുവിട്ട ശേഷമാണ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സ്ഥിതിഗതികൾ ശാന്തമായത് മുതിർന്ന അംഗങ്ങൾ ഇടപെട്ടതോടെ. ഓണം അടുത്തതോടെ നഗരകേന്ദ്രങ്ങളിൽ വൻ ഗതാഗത കുരുക്ക്. ഗതാഗത പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കച്ചവട നഗരി. കുന്നംകുളത്ത് അത്തമത്തിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വാഹനക്കുരുക്ക്. പരിഹാര നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. CCTV ന്യൂസ് ഇമ്പാക്ട്. ദുരിതയാത്രയ്ക്ക് വിരാമം. കുന്നംകുളം ടൗൺ ഹാൾ ഏകലവ്യൻ ലൈബ്രറി ബൈലൈൻ റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാൽനട യാത്രികരെയും ഇരുചക്ര വാഹന യാത്രികരെയും ഓട്ടോ തൊഴിലാളികളെയും ഒരുപോലെ വലച്ച റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് CCTV നൽകിയ നിരന്തര വാർത്തകളെ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയത്. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ അണ്ടത്തോട് പെരിയമ്പലം പ്രദേശത്തെ രാമച്ചപ്പാടങ്ങളിൽ വെള്ളം കയറി. ഏക്കർ കണക്കിന് സ്ഥലത്തെ രാമച്ച കൃഷി നാശത്തിന്റെ വക്കിലായതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.